السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ വിഷയമല്ല. മനുഷ്യബുദ്ധിയുടെ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സയൻസ് ആൻഡ് ഖുർആൻ. ഇന്ന് ലോകം ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സ്പേസ് റിസർച്ചിന്റെയും അത്ഭുതകരമായ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി ചൊവ്വയെ നിരീക്ഷിക്കുന്നു. കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള നക്ഷത്രങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുന്നു. എന്നാൽ ഒരു ചോദ്യം ഉയരുന്നു: ഇത്രയും മഹത്തായ ഒരു പ്രപഞ്ചം സ്വയം ഉണ്ടായതാണോ എന്നുള്ളത്? ഇത്ര കൃത്യമായ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സ്, ഇതിന്റെ പിന്നിൽ ഒരു ഇന്റലിജന്റ് ഡിസൈൻ ഉണ്ടോ? ഖുർആൻ മനുഷ്യനോട് ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. അഫലാ യതബദ്ദറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെ ആഴത്തിൽ ചിന്തിക്കുന്നില്ലയോ? സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞ ആയത്താണിത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നുണ്ട്: ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാവും പകലും മാറി മാറി വരുന്നതിനും ബുദ്ധിയുള്ളവർക്ക് അടയാളങ്ങളുണ്ട്. സൂറത്ത് ആലിമ്രാനിൽ പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണിത്. സഹോദരങ്ങളെ, ഇസ്ലാം അന്ധമായ വിശ്വാസത്തിന്റെ മതമല്ല. അത് ചിന്തിക്കാൻ, നിരീക്ഷിക്കാൻ, പഠിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു മതമാണ്. ഇന്ന് ശാസ്ത്രലോകം പറയുന്ന ഒരു പ്രധാന സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി. പ്രപഞ്ചം ഒരിക്കൽ വളരെ സാന്ദ്രമായ അവസ്ഥയിൽ നിന്ന് വികസിച്ചു എന്നതാണ് അതിന്റെ ആശയം. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്: അവലം യറൽ ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ് കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ. ആകാശങ്ങളും ഭൂമിയും ഒന്നിച്ചു ചേർന്ന നിലയിലായിരുന്നുവെന്നും പിന്നീട് വേർപെടുത്തിയെന്നും സത്യനിഷേധികൾ കാണുന്നില്ലയോ? സൂറത്തു അൽ അംബിയയിൽ പറയുന്ന ആയത്താണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഖുർആൻ ഒരു ശാസ്ത്ര പുസ്തകമല്ലെന്നുള്ള ബോധം നമുക്ക് വേണം. അത് മനുഷ്യന് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ്. അതേസമയം പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കാൻ അത് ആവർത്തിച്ച് ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ശാസ്ത്രജ്ഞരായ ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഐസക് ന്യൂട്ടൺ പോലുള്ള മഹാന്മാർ പോലും പ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായ ക്രമത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. അവരുടെ കണ്ടെത്തലുകൾ പ്രകൃതിയിലെ നിയമങ്ങളെ മനസ്സിലാക്കാൻ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇന്നത്തെ ചില നിരീശ്വര ചിന്തകൾ പറയുന്നത് ശാസ്ത്രം വന്നപ്പോൾ ദൈവത്തിന്റെ ആവശ്യം ഇല്ലാതായി എന്നതാണ്. പക്ഷേ ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞൻ ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്: ഹൗ ഡിഡ് ദ ലോസ് ഓഫ് നേച്ചർ കം ഇൻടു എക്സിസ്റ്റൻസ്? അഥവാ പ്രകൃതിയുടെ ഈ കൃത്യമായ നിയമങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടായത്? ശാസ്ത്രം പലപ്പോഴും എങ്ങനെ, ഹൗ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. എന്നാൽ അന്തിമമായ എന്തുകൊണ്ട്, വൈ എന്ന ദാർശനിക ചോദ്യത്തെക്കുറിച്ച് മനുഷ്യൻ തുടർന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്.